ഞാൻ ഇന്നലെ ഈ താഴെ കാണുന്ന ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോ അതിന്റെ കമന്റിൽ വന്നിട്ട് ഒരുപാട് നല്ല കമന്റ് തന്ന ആൾക്കാരുണ്ട്. ചില മറ്റവന്മാര് വന്നു വെച്ച് അത് അവര് തമ്മിലുള്ള ഒരു സെറ്റപ്പാ, എടാ മൈ നിനക്കിതൊന്നും അറിയാണ്ടാണോ ഇടുന്നത് എന്നൊക്കെ ചോദിച്ച കുറെ തന്തയിലത്തന്മാരുണ്ട്. അങ്ങനെ ഏതവന്റെയും കമന്റിൽ കയറി തെറി വിളിക്കാമെന്ന് വിചാരിക്കുന്ന കുറെ ഡാഡ്ലെസ് ആൾക്കാരുണ്ട്. ഞാൻ അവന്മാർക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷെ ചില സമയത്ത് മൈൻഡ് പോലും ചെയ്യാൻ തോന്നാത്ത സാധനം വിട്ടുകളയാറുമുണ്ട്. അവർക്കുള്ളൊരു മറുപടിയാണ് ഈ താഴെ കാണുന്ന ഈ വീഡിയോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് നിങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണോ അതോ അതിൽ വന്ന അവതാരകയ്ക്ക് തെറ്റുപറ്റിയതാണോ? റാൻഡംലി ടീം സംസാരിക്കുന്നു, നമുക്ക് ഇന്റർവ്യൂ ടീം വരുമല്ലോ. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ദിവസം ഒരു 7-8 ഇന്റർവ്യൂസ് കൊടുത്തിരിക്കും. സോ ഇന്ന് ഇന്റർവ്യൂ ടീം വന്നപ്പം ദേ ടോൾഡ് അസ്, ഞങ്ങൾ നിങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിച്ചാലും ബോൾഡായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാലും ആർ യു വില്ലിംഗ് ടു ആൻസർ എന്ന് പറഞ്ഞു. ഞാനും അഷ്കറും വിവർ ഓക്കെ ലൈക്ക് നമ്മുടെ അടുത്ത് ചോദിച്ചാൽ, പക്ഷേ ദ ക്വസ്റ്റ്യൻ അവർ പിന്നീട് ചോദിച്ചത് ഫ്രെയിം ചെയ്ത രീതി വാസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാത്ത രീതി. വി റിയാക്ട്. സോ ആൻഡ് ദെൻ വി വാക്ക്ഡ് ഔട്ട് ബിക്കോസ് കൂടുതൽ റിയാക്ട് ചെയ്ത് സംസാരിച്ചിട്ട് കാര്യമില്ല. സോ റെസ്പെക്ട്ഫുള്ളി വി റിയാക്റ്റഡ് ഇൻ എ വേ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ. ആൻഡ് ദെൻ വി വാക്ക്ഡ് ഔട്ട്. കാര്യം അവിടെ നിന്നിട്ടോ സംസാരിച്ചിട്ടോ കാര്യമില്ല. സോ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നതിന് പല രീതിയിൽ നമുക്ക് ഫ്രെയിം ചെയ്യാറുണ്ട്. ചോദ്യം അതിൻ്റെ ഫ്രെയിമിങ് രസകരമായിരുന്നില്ല. വി റിയാക്റ്റഡ് ഓൾസോ അല്ലേ. മിണ്ടാതിരുന്നിരുന്നെങ്കിൽ വേറെ വ്യാഖ്യാനം വന്നേനെ. മിണ്ടി റിയാക്ട് ചെയ്തു, അത് കഴിഞ്ഞു. വി ആർ ഡൺ വിത്ത് ഇറ്റ്. ആൻഡ് അതിന് സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. ഇതിൽ നിന്ന് നീയൊക്കെ മനസ്സിലാക്കേണ്ടത്, കമന്റ് ഇടാൻ നിന്നെ പോലുള്ള തന്തയിലത്തന്മാരുണ്ടെന്ന് കരുതി എല്ലാവരും ആ രീതിയിലുള്ളവരല്ല.